പാസ്പോർട്ടിനെ വലിച്ച് കീറി. പിന്നെ എന്നിട്ട് എൻ്റെ ചേച്ചി വന്ന് അതിനെ ഒട്ടിച്ചൊക്കെ തന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടപ്പോഴാണ് അറിയുന്നത് അത് പോകാൻ ഒക്കില്ല, കീറിയതുകൊണ്ടെന്ന്. അങ്ങനെ എൻ്റെ ഭർത്താവ് എവിടെയോ കൊണ്ടൊക്കെ പാസ്പോർട്ട് ഓഫീസിലൊക്കെ കാണിച്ചപ്പം പറഞ്ഞു ഇനി ഇത് ശരിയാക്കാനും നോക്കില്ല. അങ്ങനെ വന്ന് സങ്കടത്തോടെ പറഞ്ഞ് ഇനി പോകാനും നോക്കില്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ച് കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങളെ ദൈവം, എൻ്റെ ഭർത്താവ് ഹിന്ദുവാണ്, നിങ്ങളെ ദൈവത്തിനെ കൊണ്ട് കഴിയാത്തത് എൻ്റെ ദൈവം ചെയ്തു തരുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഇതേപോലെ പറഞ്ഞു ഇനി പോകാനും നോക്കില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇല്ല സിസ്റ്ററിൻ്റെ ഭർത്താവ് പോണതായിട്ടാണ് എൻ്റെ ദൈവാത്മാവ് കാണിച്ചത് എന്ന്. അങ്ങനെ എൻ്റെ ഭർത്താവ് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പിന്നെ എവിടെയൊക്കെ കൊണ്ട് കാണിക്കാനൊക്കെ വിളിച്ചിട്ടൊന്നും പോയില്ല. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, പോകാൻ പറഞ്ഞു. എന്നിട്ട് പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന്. അങ്ങനെ എനിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി വേറൊരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവൻ പറഞ്ഞു വാ ചേച്ചി ഒരു പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് ശരിയാക്കി തരാമെന്ന്. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ പോകില്ല. അപ്പോൾ എന്നെയും കൂടി വിളിച്ച് നീയും കൂടി വാ. അത് എന്നെ വിളിച്ചത് സ്നേഹം കൊണ്ടൊന്നുമല്ല, പിന്നെ എന്നുവെച്ചാൽ പോകാൻ ശരിയാവില്ല, അത് നീയും കൂടി വന്നിരുന്ന് ബോധ്യപ്പെട്ടിട്ട് വാ എന്ന് പറഞ്ഞാണ് പോയത്. അങ്ങ് ചെന്നപ്പോഴത്തേക്ക് അവൻ എല്ലാം അയച്ച് പിന്നീട് നമ്മൾ പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്ന്. പക്ഷേ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കാത്ത സ്ഥലത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ആ പാസ്പോർട്ട് ശരിയായി. എൻ്റെ ഭർത്താവ് ഈ മാസം 19-ാം തീയതി ഗൾഫിൽ പോകാനും എൻ്റെ ദൈവം വഴിയൊരുക്കി. അതേപോലെ തന്നെ അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതിന് മുമ്പേയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് അത് തരില്ല ഇത് തരില്ല എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. സിസ്റ്ററിൻ്റെ ഓരോ പ്രസംഗങ്ങളും കേട്ട് ഞാനിപ്പം എനിക്ക് വിശ്വാസം വർദ്ധിച്ച് ഇപ്പം ഓരോ പ്രാർത്ഥിക്കുന്ന ഞാൻ കരയുന്ന വിഷയങ്ങൾക്കൊക്കെയും എൻ്റെ ദൈവം എനിക്ക് അത്ഭുതകരമായി മറുപടി തരുന്നുണ്ട്. പിന്നെ ഒരു ദിവസം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അന്ന് കരഞ്ഞിട്ട് കിടക്കുമ്പോൾ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ദൈവം ഏതെങ്കിലും വഴി തുറന്ന് എൻ്റെ അപ്പൻ എനിക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നു. പിന്നെ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ആ ദൈവം ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നത് സത്യമായതുപോലെ ഓരോ ദിവസവും എൻ്റെ ദൈവം എൻ്റെ വഴി നടത്തുന്നു. കഷ്ടങ്ങളും ക്രിസ്തീയ ജീവിതം ഇവിടെ എല്ലാ സ്വർഗത്തിലാണ് സമാധാനവും സന്തോഷവും. ഇവിടെ കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നെ ഇന്നോളം കരം പിടിച്ച് ദൈവം നടത്തുന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി സ്തുതി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ആ കരങ്ങളെ അടിച്ച് കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, സ്തോത്രം. പാസ്പോർട്ട് കീറിയാലൊന്നും സാധാരണ ആരും പോയ ചരിത്രങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. പിന്നെ അത് ശരിയാക്കി അവരോട്ട് കൊടുക്കുകയില്ല അല്ലേ? ഗൾഫിലായിരുന്നു അങ്കിള് പറയട്ടെ, ശരിയാക്കി കൊടുക്കൂല. ആമേൻ. ഇതാരപ്പം ശരിയാക്കിയത്? സ്വർഗത്തിലെ ദൈവം ഇറങ്ങിയാൽ കീറിയ പാസ്പോർട്ട് ശരിയാക്കി കൊടുക്കാനായിട്ട് എൻ്റെ കർത്താവിന് കഴിയും. അധികാരികളുടെ ഹൃദയത്തിൽ എൻ്റെ ദൈവം തൊടും. ശരിയാവില്ലെന്ന് പറഞ്ഞ് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞു ഇത് പോകാൻ പറ്റത്തില്ലെന്ന്, ഒരിക്കലും ഇനി ശരിയാവില്ലെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതന്മാരോട് ഇറങ്ങിയാൽ ശരിയാകാത്ത പലതിനെയും ശരിയാക്കി എൻ്റെ കർത്താവ് ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അയക്കുമെന്ന. ഹല്ലേലൂയ. എല്ലാവരും പറയും നടക്കത്തില്ലെന്ന്, എന്നാൽ ദൈവാത്മാവ് പറയുക അയക്കും. ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അത് ചെയ്തു തന്നെ ഇരിക്കും. ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. സാധ്യമാകുന്ന കാര്യങ്ങളിൽ ദൈവം ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. എനിക്ക് കഴിയാത്ത വല്ല കാര്യങ്ങളും ഉണ്ടോ? ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ആർക്കു വേണ്ടി നിൽക്കണം? നമ്മുടെ അപ്പന് വേണ്ടി നിൽക്കണം, യേശുവിന് വേണ്ടി. കർത്താവ് നോക്കുന്ന ഹൃദയത്തെ. നീ പാസ്പോർട്ട് ശരിയാക്കി വാങ്ങി അതുവഴി അങ്ങ് പോകുമെന്നല്ല, നീ വീണ്ടും എൻ്റെ അടുത്ത് വരുമെന്നാണ് കർത്താവ് നോക്കുന്നേ. അങ്ങനെ വരുമെന്നുള്ളവന് വേണ്ടി ചെയ്യാനായിട്ട് എൻ്റെ കർത്താവ് 10 മുഴം മുമ്പേ റെഡിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളാണത്. യേശുവിന് വേണ്ടി ഞാൻ നിൽക്കുമോ എന്നുള്ള എൻ്റെ ഹൃദയമാണ് കർത്താവ് നോക്കുന്നത്. ശരിയല്ലേ? ആണ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് യേശു ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില പരീക്ഷണങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നീ എന്നെ തള്ളി പറയുന്നുണ്ടോ അതോ എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ടെസ്റ്റ് ചെയ്യും ചില സമയത്ത്. ഹല്ലേലൂയ. ചിലരെന്ത് ചെയ്യും? തള്ളി പറയും അല്ലേ? ഈ ദൈവത്തെ സേവിച്ചിട്ട് ഇത്രയും കാലം എന്തോ കിട്ടി അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അവിടെ പരീക്ഷണത്തിൽ നമ്മൾ തോറ്റു. എന്നാൽ ജയിക്കുന്നവരെ കൊണ്ട് ഇവിടെ ആത്മലോകത്തെ കാര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെല്ലാവരെയും ദൈവം അതിനെ സഹായിക്കട്ടെ. ഈ സാക്ഷ്യവും നിങ്ങളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.